കഴിഞ്ഞ എപ്പിസോഡിലാകട്ടെ ഹോജു ഹോയിങ്ങും കൂടി ചേർന്നിട്ട് വലിയ മാസ് ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് ജൂൺഹോയുടെ മുമ്പിൽ നിന്ന് പോകുന്നതൊക്കെ ആയിരുന്നല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ അവർ രണ്ടുപേരും കൂടി ഒരിടത്ത് ഒളിച്ചു നിന്നിട്ട് ജൂൺഹോ പോകുന്നത് വരെ അവളും വെയിറ്റ് ചെയ്യുന്നു. അവളും ഇന്നലെ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നതിന് പിന്നിലെ കാരണം ജൂൺഹോ ആണെന്നൊക്കെ മനസ്സിലാക്കുന്ന അവനാകട്ടെ അവളുടെ അടുത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന രീതിക്ക് വേണം നീ മുന്നോട്ട് പോകുവാൻ. എന്തായാലും ആ ഒരു സമയത്ത് നീ എന്റെ കയ്യിലൊക്കെ പിടിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹോൻജുവും പോകുന്നു. ഓഫീസിലുള്ള ആർക്കും തന്നെ ജൂൺഹോ അവളുടെ എക്സ് ആണെന്ന് അറിയിക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൾ തിരികെ ഓഫീസിലെത്തി കഴിയുമ്പോഴത്തേക്കും ഓഫീസിലുള്ള എല്ലാവർക്കും ജൂൺഹോ നിന്റെ എക്സ് ആണെന്നുള്ള കാര്യം അറിയാമെന്നൊക്കെ ബോസും അവളോട് പറയുന്നു. എങ്കിൽ പോലും ഈ ഒരു പ്രൊജക്ട് നീ ചെയ്തേ മതിയാകൂ എന്നാണ് ബോസും പറയുന്നത്. അതായത് നിലവിൽ ആ ഒരു കമ്പനിയൊക്കെ ഉണ്ടായിട്ട് 10 വർഷം ആയിരിക്കുകയാണ്. ആ 10ാമത്തെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് ഒരു ആനിമേഷൻ പ്രൊജക്ട് ഒക്കെ ചെയ്യുവാനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൽ മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആളും ഹോഞ്ചു തന്നെയാണ്. ഈ ഒരു സമയത്ത് ജൂൺഹോ ഒരു ഓഫറൊക്കെ നീട്ടുമ്പോഴത്തേക്കും ആ ഓഫർ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ ഇടയ്ക്ക് ലവിന്റെ കാര്യമൊന്നും ഓർത്തുകൊണ്ടിരിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നൊക്കെയാണ് ബോസും പറയുന്നത്. ശരിക്കുമുള്ള ജീവിതത്തിലാകട്ടെ ട്രൂ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷെ നമ്മൾ കലാകാരന്മാരാണ്. നമ്മളാകട്ടെ ഫാന്റസി ആയിട്ടുള്ള പല പല സ്റ്റോറീസ് ഒക്കെ എഴുതി അത് ആനിമേഷൻ ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെ ഇരിക്കെ റിയൽ ആയിട്ടുള്ള ലവിന് പിന്നാലെ പോവുകയല്ല, മറിച്ച് ഫാന്റസി ആയിട്ടുള്ള ഈ ഒരു ലവിന്റെ ലോകത്ത് ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രണയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യുവാനായിട്ടും നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ബോസും പോകുന്നു. ഹോഞ്ചിന്റെ കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നതോർത്ത് ഹുയങ് ആകെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു അങ്കിളും ഓഫീസിലേക്കൊക്കെ എത്തുന്നത്. ഹുയങ്ങും ആകാംക്ഷ കൊണ്ട് തന്നെ അവളുടെ എക്സ് ആരായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് അങ്കിളും, നീ ബുക്കൊക്കെ വായിക്കാറുണ്ടോ? ബുക്കൊക്കെ എഴുതുന്ന ജൂൺഹോനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അവനാണ് അവളുടെ എക്സ് എന്നുള്ള കാര്യമൊക്കെ അങ്കിളും തുറന്നു പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ അവൻ ഷോക്കായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കോഫി വരെ താഴെ പോവുകയാണ്. അതായത് ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് ഹോജു അവന്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബുക്ക് ചുൺഹോ എഴുതിയതായിരുന്നു. മാത്രമല്ല അവനും പണ്ട് ലൈബ്രറിയിൽ വെച്ച് വലിയൊരു ബുക്ക് റെക്കമെൻഡേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അത് അവൾക്ക് വേണ്ടിയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്ക് ജൂൺഹോ എഴുതിയതായിരുന്നു. ജൂൺഹോയും വണ്ടിയിൽ ഹാപ്പി ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജൂൺഹോവിനെ ഫ്രണ്ട് കോൾ ചെയ്യുന്നു. ഈ ഒരു സമയത്താകട്ടെ താൻ എഴുതിയിട്ടുണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ഒക്കെ ഹോഞ്ചുനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നു. ഹോഞ്ചു ഉറപ്പായിട്ടും അതൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജൂൺഹോ ആകെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഫ്രണ്ടും അവൻ യുഎസിലേക്ക് പോയ സമയത്ത് ഈ ഒരു ഫ്രണ്ടിനെ കാണുവാനായിട്ട് ഹോഞ്ചു പലതവണ വന്നിട്ടുണ്ടായിരുന്നുവെന്നും അവൻ എവിടേക്കാണ് പോയത്, അവന്റെ അഡ്രസ് ഒക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് തവണ അവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും ഒക്കെ ഫ്രണ്ട് പറയുകയാണ്. പക്ഷെ നീയല്ലായിരുന്നോ നീ പോയ സ്ഥലത്തെ കുറിച്ച് അവളുടെ അടുത്ത് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതുകൊണ്ട് മാത്രമായിരുന്നു ഞാനും പറയാതിരുന്നത്. എങ്കിൽ പോലും ഞാൻ ഹോഞ്ചുവിന്റെ ഗാർഡിയൻ വല്ലതും ആയിരുന്നെങ്കിൽ നിന്നെ പിന്നീട് കാണുന്ന സമയത്ത് ഉറപ്പായിട്ട് നിനക്ക് 2 എണ്ണം തന്നേനെ എന്നൊക്കെയാണ് ഫ്രണ്ടും പറയുന്നത്. ഹോഞ്ചുവും താല്പര്യമില്ലാതെ ആണെങ്കിലും ജൂൺഹോ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ ചെറുതായിട്ടൊന്ന് വായിക്കുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. ഇനി ഹോയെങ്ങും അങ്കിളുടെ അടുത്ത് വലിയൊരു സത്യമൊക്കെ തുറന്ന് പറയുന്നു. അങ്കിളിന് അറിയാവോ, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ജൂൺഹോയുടെ ബുക്കിന് വേണ്ടിയിട്ട് വലിയൊരു റെക്കമെൻഡേഷൻ ഒക്കെ ആയിരുന്നു ഞാനും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും 10 വർഷങ്ങൾക്ക് മുമ്പുള്ള മറ്റൊരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നു. ഹൊയങ് ആകട്ടെ മാത്സിന്റെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുത്ത് അതിൽ വിജയിച്ച ആളാണ്. സോ അതിന് മെഡൽ കിട്ടിയ ആൾക്കാർക്ക് മറ്റൊരു ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നുണ്ട്. അവിടേക്ക് പോകുവാൻ റെഡിയായി നിൽക്കുകയൊക്കെ ആയിരുന്നു അവനും. അതുകൊണ്ട് തന്നെ ടീച്ചറും അവനെ ഒരുപാട് അങ്ങ് പുകഴ്ത്തുകയാണ്. ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികളൊക്കെ വളരെയധികം മോശമാണെന്നും ഇവൻ മാത്രമാണ് നല്ല കുട്ടിയെന്നുമൊക്കെ ടീച്ചർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവനും തന്നെ ബോറടിക്കുന്നു. പിന്നീട് അവൻ തിരിച്ചു പോകുന്ന സമയത്താകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു നോട്ടീസ് ബോർഡിൽ ഹോഞ്ചുവിന്റെ ഫോട്ടോ ഒക്കെ കാണുന്ന അവനും അതൊക്കെ പതിയെ എടുത്തൊക്കെ വെക്കുന്നുണ്ട്. അവൻ അങ്ങനെ സ്കൂളിൽ നിന്നും വെളിയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ മുന്നിലേക്കായിട്ടൊരു ബാഗൊക്കെ വീഴുകയാണ്. ബാഗ് മാത്രമായിരുന്നില്ല, പിന്നാലെ ഹോഞ്ചും അവന്റെ അടുത്തേക്കൊക്കെ എത്തുന്നു. ഹോഞ്ചു ഒളിച്ചു പാത്തൊക്കെ ആയിരുന്നു സ്കൂളിൽ നിന്നും ആരും അറിയാതെ പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെങ്കിലും പെട്ടെന്ന് അവളെ കണ്ടപ്പോഴത്തേക്കും അവൻ പോലും ഞെട്ടിപ്പോകുന്നു.
അവൾ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതാന്നുള്ള കാര്യം അവന് ഉറപ്പായിട്ടും മനസ്സിലായതാണ്. എന്നാൽ പോലും അവളോട് എവിടെ പോവുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങി പോകുകയാണെന്നുള്ള കള്ളമൊക്കെ അവൾ പറയുന്നു. ഇനി അവനെങ്ങാനും അവളെ പോലെ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതാണോ എന്നൊക്കെ സംശയം തോന്നുന്ന അവളും അവനോട് എവിടെ പോവുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇതുപോലെ അവനൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ സോളിലേക്ക് പോവുകയാണെന്നുമുള്ള കാര്യമൊക്കെ അവളെയും അറിയിക്കുകയാണ്. എന്തായാലും അവിടെ വെച്ച് അവളെ കണ്ട കാര്യം ആരോടും പറയുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഓടി അവളും സ്റ്റേഷനിലേക്കൊക്കെ എത്തുന്നു. ഇനി ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്ന അവളും കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ തുറക്കുന്നു. ഈ ഒരു ബാഗിന്റെ അകത്ത് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഗിഫ്റ്റും കൂടി കാണിക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് ഒരു ലെറ്റർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെറ്റർ ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചൂൺഹോയും അവളെ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇതിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കള്ളമായിരുന്നോ എന്നൊരു ചോദ്യമാണ് അവൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അവൾ പോകുന്നത് ചൂൺഹോനെ കാണുവാൻ തന്നെയാണ്. അവൾ കയറിയ അതേ ബസ്സിൽ തന്നെ ആയിരുന്നു അവൾ ശ്രദ്ധിക്കാത്ത രീതിയിലൊക്കെ ഹുവയിങ്ങും ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കാകട്ടെ അവന്റെ അമ്മയുടെ കോൾസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും അവനായിട്ട് ആ ഒരു കോൾസ് ഒന്നും തന്നെ എടുക്കുന്നില്ല. അവനിപ്പോൾ മറ്റൊരു സ്റ്റാൻഡിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോളിലേക്ക് പോകുവാനുള്ള ടിക്കറ്റ് ഒക്കെ അവനും എടുക്കുന്നു. അവിടെ വെച്ച് ഹോങ്ജുനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നീ സോളിലേക്ക് പോവുകയാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നീ ഇപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ ഹോങ്ജുവും അവന്റെ അടുത്ത് ചോദിക്കുന്നു. അവനാകട്ടെ ബസ്സൊക്കെ മാറി കയറിയതാണെന്നൊരു കള്ളമൊക്കെ പറഞ്ഞതിന് ശേഷം അവളും വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ അവനും തിരിച്ചു ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് അവളും നമ്മളുടെ രണ്ടുപേരുടെയും അടുത്ത് എന്തൊക്കെയോ രഹസ്യമൊക്കെ ഉണ്ട്, നമ്മൾ അതൊക്കെ തുറന്നു പറയാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്, രണ്ടുപേർക്കും അവരവരുടെ വഴിയിലൂടെ പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് അവളും പോകുന്നു. പക്ഷെ അവളും അടുത്ത ബസ്സിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബസ്സിൽ കൂടി ഹോയങ് ഉണ്ടായിരുന്നു. ഹോയങ്ങും സോളിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ അവളെ ഫോളോ ചെയ്ത് അവൾ കയറി അതേ ബസ്സിലൊക്കെ കയറിയിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അവളും നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്ത് എന്റെ പിന്നാലെ വരുന്നതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനാകട്ടെ എന്തുകൊണ്ടാണ് അവളുടെ കൂടെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതെന്ന കാര്യം അറിയുകയില്ല എന്നൊരു മറുപടിയൊക്കെ കൊടുക്കുന്നു. പിന്നീട് അവൾക്ക് ഇറങ്ങാറൊക്കെ ആകുമ്പോഴത്തേക്കും നീ എന്നെ ഫോളോ ചെയ്ത് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങിയേക്കാമെന്നൊക്കെ പറഞ്ഞ് അവനെയും കൂട്ടി മറ്റൊരു സ്റ്റോപ്പിലൊക്കെ ഇറങ്ങുകയാണ്. പിന്നീട് അവൾ നടന്നൊക്കെ പോകുമ്പോഴത്തേക്കും അവൾ എവിടേക്കാണ് നടക്കുന്നതെന്നൊക്കെ അവൻ ഒരുപാട് തവണയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് ഒടുവിലായിട്ട് ഒരു മിലിറ്ററി ക്യാമ്പിന്റെ മുമ്പിലൊക്കെയാണ് അവരും ചെന്ന് നിൽക്കുന്നത്. അവൾ പെട്ടെന്ന് ഒരു ക്ലിപ്പൊക്കെ എടുത്ത് തലയിൽ കുത്തിയതിനു ശേഷം ഞാനും ഇന്ന് എന്റെ പ്രണയമൊക്കെ തുറന്നു പറയുവാനായിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് മിലിറ്ററി ക്യാമ്പിന്റെ അകത്തേക്കൊക്കെ നടക്കുന്നു. ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ജൂൺഹോയിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചൊക്കെ ഹുയിങ് ഇരിക്കുമ്പോഴത്തേക്കും നീ എന്തിനാണ് ജൂൺഹോനെ കാണുവാനായിട്ട് മിലിറ്ററി ക്യാമ്പ് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അങ്കിളും ചോദിക്കുന്നു. പിന്നീടായിരുന്നു അങ്കിളിനും അവന്റെ ഇഷ്ടം ഹൈജീനെ ആയിരുന്നില്ല മറിച്ച് ഹോങ്ജുനെ ആയിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അവന്റെ ഫസ്റ്റ് ലവ് ഹൈജി ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചു അങ്കിൾ ഒരുപാട് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഹൈജി അല്ല മറിച്ച് ഹോഞ്ചു ആണ് അവന്റെ ഫസ്റ്റ് ലവ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അങ്കിളും അതിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഓയങ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ സക്സസ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും പോകുവാനായിട്ട് പോലും പാടില്ല എന്നൊക്കെയാണ് അങ്കിളും പറയുന്നത്. അതായത് അങ്കിളുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹോഞ്ചു ഒരിക്കലും അവന് പറ്റിയ ഒരാളല്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ് അങ്കിൾ പറയുന്നത്. അടുത്തതായിട്ട് സ്കൂളൊക്കെ കാണിക്കുന്നു. സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. മാത്രല്ല ഇപ്പോൾ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യുങ്ടേക്കിനെ കൂടി കാണിക്കുകയാണ്. ക്യുങ്ടേക്കിനെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് കാണുന്നതാണ്. ഹോഞ്ചുനെ ഡേറ്റ് ചെയ്യുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ ഹൈജുയുടെ അച്ഛന്റെ കൂടെ മലമുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നതും ഇതേ ക്യുങ്ടേക്ക് തന്നെയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് ആകട്ടെ ക്യുങ്ടേക്ക് ഇതിനു മുമ്പ് ഡേറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും അത് ശരിയായിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ ഒരു റിലേറ്റീവ് ഒക്കെ ഉണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെയാണ് സ്റ്റാഫും ചോദിക്കുന്നത്. അതായത് സ്റ്റാഫ് പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ് ക്യുങ്ടേക്കിൻ്റെത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവരുടെ റിലേറ്റീവിനും അവനെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്നൊക്കെ സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും അതൊക്കെ കേൾക്കുന്ന ഹൈജിയും അവന് നല്ല കട്ടിയുള്ള മുടി കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്ക് അവനെ ഇഷ്ടപ്പെടും. പക്ഷെ ഇവൻ ആ പെൺകുട്ടീനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലം ഉണ്ടായിട്ട് അവൻ എന്നെ പോലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവനും വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള കൂട്ടത്തിലാണെന്നൊക്കെ ഹൈജയും പറയുകയാണ്. അത് കേൾക്കുന്ന സ്റ്റാഫും
നിന്നെ പോലെ അല്ല ആ പെൺകുട്ടി. അവൾക്കാകട്ടെ 25 വയസ്സ് പ്രായമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ക്വിങ്ടേക്കിനെ ഇഷ്ടപ്പെടും. മാത്രമല്ല അവളും കാണുവാൻ എന്നെ പോലെയൊക്കെയാണെന്നൊക്കെ സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും ഹൈജിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഹൈജിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ അവൾക്ക് ഫസ്റ്റ് സാലറി കിട്ടുന്ന സമയത്ത് ഒരു നല്ല സ്കിൻ ഡോക്ടറിനൊക്കെ ചെന്ന് കാണുവാനായിട്ട് പറയാന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സംസാരിച്ചിട്ട് ക്വിങ്ടേക്കിനെയുമായിട്ട് പോകുന്നു. നീ ഹോഞ്ചനെയും കൊണ്ട് ഒരു തവണ മാത്രമല്ല ഡേറ്റിങ്ങിനൊക്കെ പോയുള്ളൂ. അവൾ എന്തൊരു സുന്ദരിയാണ്. അവളുടെ സൗന്ദര്യം കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് പോലും അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുവാനായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നീയും ഉറപ്പായിട്ടും അവളെ ഒരു ഡേറ്റിനും കൂടി കൂട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെയാണ് ഹൈജിയും അവന്റെ അടുത്തൊക്കെ പറയുന്നത്. പക്ഷെ അവനാകട്ടെ അവൾക്ക് ഡേറ്റിങ്ങിനൊന്നും താല്പര്യമില്ലായിരുന്നുവെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും തന്നെ കേൾക്കുവാനായിട്ട് പോലും ഹൈജി തയ്യാറാക്കുന്നില്ല. എല്ലാം തന്നെ ഒരു തെറ്റിദ്ധാരണയാണെന്നും ഒരു ഡേറ്റിനും കൂടി പോയി കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയായി അവൾക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കുമെന്നും ഹൈജി പറയുന്നു. പിന്നെ ഇവിടെയുള്ള സ്റ്റാഫും അവളുടെ റിലേറ്റീവിന് വേണ്ടിയിട്ടൊക്കെ നിന്നെ ആലോചിച്ചിട്ടില്ലായിരുന്നോ? അവര് കുടുംബത്തോടെ അത്ര ശരിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ഡേറ്റിനൊന്നും പോകാതെ ഇരുന്നിട്ട് എന്റെ ഫ്രണ്ടിനെ നീ സ്വീകരിക്കുന്നതായിരിക്കും നിനക്ക് കൂടുതൽ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹൈജി പോകുന്നത്. ഹൈജി അങ്ങനെയൊക്കെ അടുത്തു നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അവനും ഹൈജിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.